കർക്കിടകത്തിൻ്റെ അല്ലലുകൾ അടങ്ങി, വാനം തെളിഞ്ഞു. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വരവറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു പൊന്നിൻ ചിങ്ങമാസം കൂടി. അത്തം 10 തിരുവോണം. കേരളത്തിൽ ഓണാഘോഷത്തിൻ്റെ ഔദ്യോഗിക തുടക്കം കൂടിയാണ് ഈ തൃപ്പൂണിത്തുറ അത്തച്ചമയം. ചെണ്ടയും പുലിക്കളിയും കുമ്മാട്ടിയും കാവടിയും എല്ലാം കൂടി നാടിന് അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവ നഗരിയാക്കുന്നു. മാസങ്ങൾക്ക് മുമ്പേ നടത്തുന്ന തയ്യാറെടുപ്പും പ്രയത്നങ്ങളും ഈ മനോഹര കാഴ്ചകൾക്ക് പിന്നിൽ ഉണ്ട്. നടന്നു നീങ്ങുന്ന ഈ ഉത്സവ കാഴ്ചകൾ കാണികളുടെ ഹൃദയങ്ങളിൽ ഓണത്തിൻ്റെ കേളികെട്ട് ഉയർത്തുന്നു. സ്വാതന്ത്ര്യലബ്ധിക്കു മുൻപ് മധ്യ കേരളത്തിലെ പ്രമുഖ നാട്ടുരാജ്യമായിരുന്ന കൊച്ചിയുടെ ഭരണകേന്ദ്രമായിരുന്നു തൃപ്പൂണിത്തുറ. കുതിരക്കുളമ്പടികളും രാജകൽപ്പനകളും ഒന്നുമില്ലെങ്കിലും ഈ രാജവീതികൾക്ക് ഒത്തിരി കഥകളാണ് നമ്മോട് പറയാൻ. ഓണത്തിൻ്റെ 10 ദിവസം മുമ്പാണ് അത്തച്ചമയം. അത്തം മുതൽ ഓണം വരെ ഓണാഘോഷമാണെന്ന് പറയാം. അപ്പോൾ അത്തം മുതൽ തൃപ്പൂണിത്തുറയിൽ ആഘോഷം തുടങ്ങി. സാധാരണ വീടുകളിൽ അത്ര ഉണ്ടാവില്ല, ഓണത്തിന് ഉണ്ടാവില്ല. ഇവിടെ അത്തച്ചമയം ഒരു രാജാവ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു പ്രൊസഷൻ ഉണ്ട്. അതാണ് അത്തച്ചമയം എന്ന് പറയുന്നത്. അത് ആളുകൾ പറയണത് തൃക്കാക്കര ഉത്സവം ഉണ്ടായിരുന്നു, അതിന് പോവുകയാണ് എന്നാണ് സങ്കല്പം പറയണത്. ഏതായാലും പോവലില്ല, വലിയൊരു ഘോഷയാത്രയായിട്ട് പുറപ്പെടും, വേഷം കിട്ടും. അതാണ് ചമയം എന്ന് പറയുന്നത്. രാജാവിൻ്റെ വേഷം കിട്ടിക്കും. എന്നിട്ട് ആ വേഷത്തിൽ രാജാവ് പുറപ്പെടും. അപ്പോൾ അന്നത്തെ കാലത്ത് കാറൊന്നുമല്ല, പല്ലക്കിലെടുത്തുകൊണ്ടാണ് വന്നത്. രാജാവിനെ പല്ലക്കിലെടുത്തുകൊണ്ട് പോകും. രാജാവിൻ്റെ മുമ്പിൽ പട്ടാളം ഉണ്ടാവും, കുതിരപ്പട്ടാളം ഉണ്ടാവും, ആന 2 ആന ഉണ്ടാവും, അമ്പാരി ഉണ്ടാവും. ഇതൊക്കെ വിട്ട് പോകും. ഒരു 10-100 ഈ ഉപകരണങ്ങളുള്ള ആളുകളുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരൊരു ഭാഗത്ത്, പിന്നെ പ്രഭുക്കന്മാരൊരു ഭാഗത്ത്. അപ്പോൾ രാജാവിൻ്റെ ഇടത്ത് ഭാഗത്ത് പ്രഭുക്കന്മാർ, വലത്ത് ഭാഗത്ത് ഉദ്യോഗസ്ഥന്മാർ. അവർക്ക് ഓരോരുത്തർക്കും വേഷമുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് ഒഫീഷ്യൽ ഡ്രസ്സുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ഒഫീഷ്യൽ ഡ്രസ്സുണ്ട്. ഉദ്യോഗസ്ഥന്മാർ സായിപ്പാണെങ്കിൽ സായിപ്പിൻ്റെ ഡ്രസ്സാവാം, അതായത് വെളുത്ത ഹാറ്റും വെളുത്ത സൂട്ടും. മറ്റവർക്കൊക്കെ ഒരു ഒഫീഷ്യൽ ഡ്രസ്സുണ്ട്. അതാണ്. അതിൻ്റെ കൂടെ രാജകുടുംബത്തിലെ യങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും നടക്കാം. പക്ഷേ ആ വേഷം നല്ല മിന്നണ വേഷമൊക്കെ വേണം. അത് കാണാം ആളുകൾക്ക്. അപ്പോൾ രാജാവിനെ നേരിട്ട് ജനങ്ങൾക്ക് കാണാൻ പാകത്തുള്ള ഒരു പരിപാടിയാണ് അത്തത്തിൻ്റെ ചമയം ഘോഷയാത്രയും. പക്ഷേ തൃപ്പൂണിത്തുറ വേറൊരു വിശേഷം കൂടിയുണ്ട്. ഈ അത്തച്ചമയം ഘോഷയാത്രയുടെ ദിവസം തന്നെ ഒരു ചന്തയുണ്ട്. അത്തച്ചമയം ചന്ത എന്ന് പറയാം. അന്ന് മുതൽ ഓണം വരെ ഈ അന്നത്തെ കാലത്ത് കിട്ടുന്ന കാർഷിക വിഭവങ്ങൾ വിൽപ്പന, ഇയർലി മാർക്കറ്റ് എന്ന് പറയാം. സാധാരണ നമ്മൾ വീക്ക്ലി മാർക്കറ്റ് പോലെ ഇയർലി മാർക്കറ്റ്. അപ്പോൾ ആ വീട്ടിലാവശ്യമുള്ള ഒലയ്ക്ക, ആട്ടുകല്ല്, ഇമാതിരി ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ, ഫർണിച്ചർ, ഇതൊക്കെ വരും. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. ചിലപ്പോൾ ചില ദിക്കുകളിൽ ഇപ്പോൾ ചേന്നമലത്തൊക്കെ ആണെങ്കിൽ എക്സ്ചേഞ്ചാണ്, കാശില്ല അന്നത്തെ കാലത്ത്. കാശിന് പകരം നെല്ല് കൊടുത്തു കഴിഞ്ഞ് നാളികേരം മേടിക്കും, അങ്ങനെ പാത്രം മേടിക്കും. ഇങ്ങനൊരു പരിപാടി കൂടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തച്ചമയം കാണാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. അത് ഉത്സവത്തിൻ്റെ ഓണത്തിൻ്റെ തുടക്കമായിട്ട് തൃപ്പൂണിത്തുറ കണക്കാക്കും. അത് ആദ്യകാലങ്ങളിൽ തൃപ്പൂണിത്തുറ ഉണ്ടായിരുന്നത്. അത് ഹിൽ പാലസ് വന്നപ്പോൾ അതൊരു 19th സെഞ്ച്വറിയുടെ തുടക്കത്തിൽ അവിടെ എത്തി. അപ്പോൾ മുതൽ അവിടെയായി. ഇപ്പോൾ അത് ഇല്ലാണ്ടായി. ആഘോഷം മാത്രമേ ഉള്ളൂ, അത്തച്ചമയമില്ല. രാജാവ് ഇല്ലാണ്ടായപ്പോൾ രാജാവിന് പകരം ഒന്നുമില്ല അവിടെ. അപ്പോൾ ഒരു ഘോഷയാത്രയായിട്ട് മുനിസിപ്പാലിറ്റി നടക്കുക. ഇതാണ് അത്തച്ചമയം. അങ്ങനെ കാഴ്ചകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒന്നല്ല അന്ന് അത്തച്ചമയം. വയലിൽ പകലന്തിയോളം പണിയെടുത്ത് അരവയർ നിറച്ചിരുന്ന ഒരു വിഭാഗം ജനങ്ങൾക്ക് തങ്ങളുടെ മഹാരാജാവിനെയും പരിവാരങ്ങളെയും നേരിട്ട് കാണുവാനുള്ള അവസരം കൂടിയായിരുന്നു. കൂടാതെ വാണിജ്യാവശ്യങ്ങൾ നിറവേറ്റാൻ കൂടിയുള്ള സൗകര്യങ്ങളും ഈ ആഘോഷത്തിനിടയിൽ ലഭിച്ചിരുന്നു.
ഈ രാജവാഴ്ചക്കാലത്ത് പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ആ ദിവസം ഉള്ളൂ. സാധനങ്ങളൊന്നും വാങ്ങാൻ കിട്ടില്ല. ഇപ്പോൾ തുണി വാങ്ങണമെങ്കിൽ ഒന്നും കിട്ടില്ല. അപ്പോൾ നല്ല വേഷം കെട്ടി നടക്കാൻ തന്നെ പറ്റില്ല. ഇതിനൊക്കെ കൂടുതൽ അവസരമായിട്ട് നടക്കാറുണ്ട്. രാജവാഴ്ച കാലത്തും വലിയ വിശേഷമൊന്നുമില്ല, ബാക്കിയുള്ള പോലെ തന്നെ ഉള്ളൂ. പക്ഷേ ഇന്ന് പണമുണ്ട്, അന്ന് പണമില്ല. ഈ രാജാവിൻ്റെ എന്ന് കിട്ടുന്ന വിഷുവിനൊക്കെ ഉണ്ടെന്നല്ലാണ്ട് അത്രത്തിന് പ്രത്യേകിച്ചൊന്നുമില്ല. രാജവാഴ്ചക്കാലത്ത് ഓണത്തിന് വലിയ വിശേഷമൊന്നുമില്ല, ഇപ്പോൾ ഉള്ള പോലത്തേ ഉള്ളൂ. വീടുകളിൽ പൂവിടലും 10ാമത്തെ ദിവസം ഓണത്തപ്പൻ്റെ വരവെന്ന് അങ്ങനെ മാവേലിയല്ല വരാന്ന്, വാമനാണ് വരണത്. ഓണത്തിന് വരണത് വാമനാണ്. അത് ഈ ഓലക്കുടയും വടിയൊക്കെ വാമനൻ്റെയാണ്, മാവേലി വരലില്ല, വാമനൻ വരും. അതാണ് ഇന്നത്തെ കാലത്ത്. തൃപ്പൂണിത്തുറയ്ക്കും കൊച്ചി രാജാവിനും ഇവിടുത്തെ ആഘോഷങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കിട്ടാൻ കാരണങ്ങൾ പലതുണ്ട്. അതിൽ ഒന്ന് ബ്രാഹ്മണർക്ക് അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്ന മേൽക്കോയ്മയാണ്. ചരിത്രവും വിശ്വാസങ്ങളും ഇഴചേർന്നിരിക്കുന്ന ഈ ആഘോഷങ്ങൾ ഇവിടുത്തെ രാജാക്കന്മാരുടെ ഉപാസനാമൂർത്തിയായ ശ്രീ പൂർണ്ണശ്രീ യേശുവിൻ്റെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൊച്ചി രാജാവിനെ കേരളത്തിൻ്റെ രാജാവായിട്ട് എങ്ങനെയോ അംഗീകരിക്കപ്പെട്ടു. അതെന്താണെന്ന് വെച്ചാൽ നമ്പൂതിരിമാരുടെ കാര്യം തീരുമാനിക്കാൻ കൊച്ചി രാജാവാണ്. തിരുവിതാംകൂർ മഹാരാജാവിന് സ്വത്ത് വളരെ കൂടും, സാമൂതിരിക്കും ഭൂമിയും ഒക്കെ വളരെ കൂടും. പക്ഷേ നമ്പൂതിരിമാർ കൂടുതൽ കൊച്ചി രാജ്യത്താണ്. അപ്പോൾ സമൂഹത്തിൻ്റെ തീരുമാനിക്കുന്നത് നമ്പൂതിരിമാരാണ്. അപ്പോൾ നമ്പൂതിരിമാരെ തീരുമാനിക്കുന്ന അൾട്ടിമേറ്റ് അതോറിറ്റി കൊച്ചി രാജാവാണ്. അതുകൊണ്ടാണ് കൊച്ചി രാജാവ് ചക്രവർത്തിയാണ് എന്ന് പറയാൻ കാരണം. പക്ഷേ അതില്ലാണ്ടാക്കിയത് മാമാങ്കം എന്നൊരു പരിപാടി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ മാമാങ്കത്തിൽ ആദ്യ സ്ഥാനം കിട്ടണം, അതാണ് രാജാവ്. അത് കൊച്ചി രാജാവിനെ എടുക്കുന്നത് സാമൂതിരിപ്പാട് പിടിച്ചെടുത്തു. കൊച്ചി രാജാവിന് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലും. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ തിരുനാവായയിൽ മാമാങ്കത്തിലാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അവിടെ ആദ്യം ഉണ്ടായിരുന്നത് കൊച്ചി രാജാവായിരുന്നു എന്ന് പറയപ്പെടും. കൊച്ചി രാജാവ് എന്ന് പറയുന്നത് പെരുമ്പടപ്പ് സ്വരൂപം. പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്ന കൊച്ചി രാജാവായിരുന്നു അവിടുത്തെ പ്രധാന ആൾ എന്നുണ്ടായി. അത് കഴിഞ്ഞ് അത് മുഴുവൻ പോയി പോർച്ചുഗീസുകാരുടെ കീഴിലായി, ബ്രിട്ടീഷുകാരുടെ കീഴിലായി. ചക്കി ഏറ്റവും ഇല്ലാത്ത രാജാവായിട്ട് അപ്പോഴും അത്തച്ചമയം നടത്തി. നിറങ്ങൾ ഒന്നും ഇല്ലായിരുന്നു ആ പഴയ ജീവിതങ്ങൾക്കും അവരുടെ ആഘോഷത്തിനും. ആണ്ടിൽ ഒരിക്കൽ മാത്രം എത്തുന്ന ഉത്സവങ്ങൾക്ക് അപ്പുറം മറ്റു വർണ്ണക്കാഴ്ചകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. വസ്ത്രങ്ങൾ പോലും ജാതി വ്യവസ്ഥയ്ക്ക് അനുസരിച്ചായിരുന്നു ആ കാലത്ത്. ഒറ്റക്കര മുണ്ടും ഒരു പുള്ളിയെടുപ്പുമുള്ള തലമുറ ഈ വർണ്ണക്കാഴ്ചകൾക്ക് വഴിമാറി. നമ്പൂതിരിമാരായിരുന്നു അമ്പലവും. ഒരു കുറെ നമ്പൂതിരിമാരെ ഊരായ്മയൊക്കെ ആയിരുന്നു. അന്ന് വേദം പഠിപ്പിക്കലുണ്ടായിരുന്നു അത്രേ. അപ്പം അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്പൂതിരിമാർക്ക് ആരും ശ്രദ്ധയിലുണ്ടായി. അങ്ങനെ വരുമ്പോൾ കൊച്ചി രാജാവ് ആ അധികാരം എടുത്തു. അപ്പോൾ ആ അമ്പലം കൊച്ചി രാജാവിൻ്റെ അമ്പലമായി. അപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഈ അമ്പലമാണ്. അപ്പോൾ 15 ഉത്സവം അങ്ങനെയാണ് വളരെ കേമായി. കൊച്ചി രാജ്യത്തെ ഏറ്റവും കേമായിട്ട് ഉത്സവമായിട്ടുള്ളത് ഉത്സവം. കാണം വിറ്റും ഓണം ഉണ്ടിരുന്ന ആ തലമുറയ്ക്ക് ഇന്നീ തൃപ്പൂണിത്തുറയിലെ ആഘോഷങ്ങളോ നഗരജീവിതമോ ഒന്നുമായി ബന്ധമുണ്ടായിരുന്നില്ല. കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായം നിലനിന്നിരുന്ന അന്ന് വാണിജ്യം നിയന്ത്രിക്കുന്നതിലും
ജാതി വ്യവസ്ഥയ്ക്ക് പങ്കുണ്ടായിരുന്നു. വർണ്ണവിസ്മയം തീർക്കുന്ന പൂക്കളങ്ങൾ ഓണത്തിന് അന്നും നിറപ്പകിട്ടേകിയിരുന്നു. മുമ്പ് ഓണത്തിന് നിറമില്ല, മുണ്ട് വെളുത്തത് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും മുണ്ട് വെളുത്തതല്ലെങ്കിൽ മുസ്ലിമാണെന്ന് വിചാരിച്ചോളൂ. മുസ്ലിമിന് മാത്രമേ നിറമുള്ളതായിട്ടുള്ളൂ, അല്ലെങ്കിൽ തമിഴ്നാട് ബ്രാഹ്മണർക്ക്. തമിഴ്നാട്ടുകാരിൽ വരുന്ന സ്ത്രീകൾക്കും മുസ്ലിമിനും മാത്രമേ നിറമുള്ള മുണ്ടുള്ളൂ. മറ്റേ എല്ലാവരും മുണ്ടാണ്. ഷർട്ട് തന്നെ അന്നില്ല, വളരെ ഉള്ളൂ. ഇല്ലെങ്കിലും ഡൈയിങ് അത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ കട്ടിച്ച് കരിയുള്ള മുണ്ട് വരും. അപ്പോൾ നിറം അന്ന് അങ്ങനെയാണ്. അതുപോലെ പൂക്കളും കിട്ടിയ പൂക്കളേ ഉള്ളൂ. പുതിയ പൂക്കൾ തമിഴ്നാട്ടിൽ വരുന്ന പൂക്കളൊന്നുമില്ല. ജമന്തി ഒന്നും പൂവിടാൻ കിട്ടില്ല. ഈ മുക്കുറ്റി, തിരുതാലി, ഇങ്ങനെയുള്ളൂ, കദളി എന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ ചെറിയ പൂക്കളല്ലാണ്ട് വേറെ പൂക്കളില്ല. അപ്പോൾ കളർഫുൾ അല്ല ഒന്നൊട്ടും. ഓണത്തിന് കളർഫുൾ അല്ല. പിന്നെ വെടിക്കെട്ടില്ല. അപ്പോൾ കളർഫുൾ ആവാനായിട്ട് ഒന്നും വന്നില്ല. ഭക്ഷണമാണ് മുന്നിൽ പ്രധാനം. എന്താ കാണാൻ പറ്റും, ഓണം മുങ്ങണമെന്നാണ് പറയുക. മുക്കുറ്റിയും തുമ്പയും മാത്രം നിറഞ്ഞിരുന്ന പൂക്കളങ്ങൾ ഇന്ന് അന്യദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത വർണ്ണപ്പൂക്കൾക്ക് വഴിമാറി. വീടിനുള്ളിൽ നടന്നിരുന്ന കൈകൊട്ടിക്കളിയും മറ്റു നാടൻ വിനോദങ്ങളും ഇന്ന് മൾട്ടിപ്ലക്സ് തിയേറ്ററിന് വഴിമാറിയെന്ന് രവിയച്ചൻ ഓർക്കുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് ലഭിക്കുന്ന ഈ വിസ്മയ കാഴ്ചകളും സൗഭാഗ്യങ്ങളും ആ പഴയ തലമുറയ്ക്ക് അന്യമായിരുന്നു. ഒരു കച്ചവടക്കാരൊന്നും കമ്മ്യൂണിറ്റി ഇല്ല കേരളത്തിൽ. കച്ചവടത്തിൽ മുസ്ലിംസാണ് കമ്മ്യൂണിറ്റി ഉള്ളത്, അല്ലെങ്കിൽ ഗൗഡസാരസുള്ളത്. ബാക്കി ഒരു കച്ചവട കമ്മ്യൂണിറ്റിയേ ഇല്ല കേരളത്തിൽ. അപ്പോൾ ഈ കൃഷിയുടെ സാധനങ്ങൾ വിൽക്കുന്നു, ഇത് മാത്രമേ ഉള്ളൂ. തുണി വേണമെങ്കിൽ വിൽക്കണമെങ്കിൽ അത് നെയ്യുന്ന ആളുകൾ വിൽക്കണം. അപ്പോൾ തൃപ്പൂണിത്തുറ തന്നെ 2-3 പീടിക ഉണ്ടായിരുന്നുള്ളൂ. കച്ചവട സ്ഥലം ഇല്ല. അപ്പോൾ പിന്നെ ഈ കളർഫുൾ ആവാനും ചെയ്യും. സിനിമയില്ല, നാടകമില്ല, ഒന്നുമില്ല. സിനിമയൊക്കെ പറഞ്ഞാൽ 1950 എടുക്കത്തില്ല, 1940 ഒക്കെ ആകുമ്പോഴേ സിനിമ വരുന്നുള്ളൂ. വല്ലപ്പോഴും കൊല്ലത്തിലൊരു മാസമൊറ്റ ചില നാടകക്കാർ വരും. പിന്നെയുള്ള ഉത്സവങ്ങളൊക്കെ ഉള്ളൂ. ഉത്സവത്തിന് നിറമുണ്ടാവും, ബാക്കിയുള്ളതൊന്നും നിറമില്ല. നിറം ഇപ്പോഴാണ് എല്ലാ ദിക്കിലും, എവിടെ പോയാലും നിറം. സ്ത്രീകളുടെ വേഷം, മുണ്ട് മാത്രം, മുണ്ടും 2 മുണ്ടും അല്ലാത്ത സ്ത്രീകളില്ലെന്ന്. അതാണ് അന്നത്തെ മാന്യത. അല്ലാണ്ട് കണ്ടാൽ ഇതെന്താ എവിടെ നിന്ന് വന്നതെന്ന് ചോദിച്ചു. തമിഴ്നാട്ടുകാരെ തോന്നും. ഓണത്തിന് സദ്യ തന്നെയായിരുന്നു പ്രാധാന്യം. പിന്നെ വല്ലപ്പോഴും എത്തുന്ന ബന്ധുമിത്രാദികളുടെ കൂടിച്ചേരലും ധനസ്ഥിതി അനുസരിച്ച് ഓണസമ്മാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഭാഗ്യം ലഭിച്ചവർ നന്നേ കുറവ്. കുട്ടികൾക്ക് ആയിരുന്നു ഓണം ആഘോഷവും ഉത്സവവും അന്നും ഇന്നും. നാട്ടുകാർക്ക് ഈ ഊണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓണത്തിനാകുമ്പോൾ വിശേഷിച്ചാൽ ബന്ധുക്കളൊക്കെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ഓണം ആകുമ്പോഴേക്കും തിരിച്ചെത്തും. ഓണം നമുക്ക് ഹോളിഡേയ്സ് ഉണ്ട്, സ്കൂളിൽ ഹോളിഡേയ്സ് ഉണ്ട്. കുട്ടികൾക്ക് ഓണത്തിൽ കളിക്കാം. കുട്ടികൾക്ക് ബാക്കിയുള്ളവരെല്ലാവരും ഒന്നിച്ച് വരും. പിന്നെ വന്നു കഴിഞ്ഞാൽ നല്ല കാശുള്ളവരാണെങ്കിൽ ഒന്നെങ്കിലും സമ്മാനം കൊടുക്കും, ഓണപ്പടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുമ്പത്തെ ഓണപ്പട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കൊച്ചി രാജാവിൻ്റെ അവിടെ നിന്നാണെങ്കിൽ തന്നെ ഓണപ്പട കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഓണപ്പട കൊടുക്കാൻ മുണ്ടുണ്ടാവില്ല. അപ്പോൾ ഒരു 1-2 മുണ്ടേ ഉണ്ടാവുള്ളൂ. മുണ്ട് അവിടെ തന്നെ മേടിച്ച് വയ്ക്കും. എന്നിട്ട് 1 ഉറുപ്പിയോ 8 അണയോ ഉണ്ടാക്കാത്ത വന്നിട്ട് വരും. ഇതാണ് അന്നത്തെ കഥ. ഇന്നതല്ലല്ലോ. ഒരു ഓണത്തിന് എന്താ ചിലവ്, ഒരു സാരിയോ, അപ്പോൾ ഒരു സാരിയായോ അല്ലെങ്കിൽ സെറ്റ് മുണ്ടാണ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ 2-3000 ഉറുപ്പിക ആവശ്യമാണ് ഒരു കുട്ടികളുടെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ. മുമ്പ് അതില്ല. ഒരു 4 ഉറുപ്പിക കൊടുത്താൽ ധാരാളമായി. 4 ഉറുപ്പികയ്ക്കുള്ള മുണ്ടില്ല എന്ന് വിളിച്ചേക്കും. കേരളത്തിലെ ആദ്യകാല ക്രിക്കറ്റ് ക്ലബ്ബായ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിൻ്റെ മുൻകാല ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളാണ് രവിയച്ചൻ. 15 വർഷമാണ് അദ്ദേഹം സംസ്ഥാനത്തിന് വേണ്ടി കളിച്ചത്. ഒട്ടും മങ്ങാത്ത അദ്ദേഹത്തിൻ്റെ ഓണസ്മരണകളിൽ തൃപ്പൂണിത്തുറ അത്തച്ചമയം തന്നെയാണ് അദ്ദേഹത്തിന് ഓണം.